സമയം വെളുപ്പിന് 4:45. ഈ സമയത്ത് എണീറ്റ് ഞങ്ങൾ 3 പേരും കൂടി പോവാൻ പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പോകുന്നത് വേറെ എങ്ങോട്ടേക്കല്ല, വെറും 220 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള പയനിക്കാണ്. അങ്ങനെ സമയം 4:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ രാവിലെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിയിൽ പോകുന്ന വിഷ്വൽസ് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴി തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു ആദ്യം കണ്ട ചായക്കടയിൽ കയറി ചായ കുടിക്കുകയാണ് ഞങ്ങൾ. അപ്പോഴേക്ക് തന്നെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ പ്ലേറ്റിൽ കടല ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുതരുന്നത് കണ്ട ഈ തമിഴ് ചേട്ടൻ അണ്ണേ ഒരു ടീ കൊടുങ്കോ എന്ന് ഇന്ദ്രേട്ടനോട് പറഞ്ഞു. പാവം ആ ചേട്ടൻ വിചാരിച്ച് ഇന്ദ്രേട്ടൻ ഈ കടയിലെ പണിക്കാരനാണ്. അത് കേട്ട ഇന്ദ്രേട്ടൻ ഞങ്ങളോട് ഇനി അധികം ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോ പോവാണ്. ഈ കാണുന്ന വിൻഡ് മില്ലിനെ പറ്റി ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര അടുത്തുനിന്ന് കാണുന്നത് ആദ്യമായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ച് പ്രാന്തായതുകൊണ്ടെന്ന് അറിയില്ല. ഇന്ദ്രേട്ടന്റെ വക ഒരു അടിപൊളി പാട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടോക്ക്. ചായക്കട കട്ടാരത്തി ചായ, സ്ട്രോങ്ങിലെത്തി ചായ, ഇവിടുണ്ട് പലതരം കട്ടികളുണ്ട്, വടയുണ്ട് പരിപ്പ് വട. ആ പാട്ട് കേട്ടതും ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ തോന്നി. എന്നിട്ട് വണ്ടി നിർത്തി ചായ കുടിക്കാണ് ഞങ്ങളിപ്പോ. ഇതിൽ തോക്കുന്ന ആള് ചായ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മത്സരം വെച്ചോണ്ടിരിക്കുകയാണ് ഇവർ രണ്ട്. അതിൽ ഇന്ദ്രേട്ടൻ ജയിച്ചു, പൈസ കൊടുത്ത അഭിയേട്ടനാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങള് പഴനിയിലെത്തി. പഴനി മലേന്റെ താഴത്തുള്ള സ്ഥലത്തൂടെയൊക്കെ ചുറ്റി നടക്കുകയാണ് ഞാൻ. പിന്നെ ഈ കാണുന്ന പട്ടിനെ കണ്ടോ, ബാബു ആന്റണിയുടെ ഹൈറ്റുള്ള പട്ടി. അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി 220 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വന്ന ഞാന് ചായക്ക് പകരം കുടിച്ചത് ഈ കാണുന്ന കരിക്കാട്ടോ.